ഇനി നമുക്ക് നമ്മുടെ ടെക്സ്റ്റിലെ ക്വസ്റ്റ്യൻസും ആക്ടിവിറ്റീസും ഒക്കെ വായിച്ച് അതിൻ്റെ ആൻസേഴ്സൊക്കെ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് തുടങ്ങാം. റെഡിയല്ലേ? ഹൂ വാസ് ദ ന്യൂ ഗസ്റ്റ് ടു ദ റിവർ സൈഡ് ഹൗസ്? റിവറിൻ്റെ അടുത്തുള്ള ആ വീട്ടിലെ ന്യൂ ഗസ്റ്റ്, പുതിയ അതിഥി ആരായിരുന്നു? ഹൗ ഡിഡ് ഹീ കം ദെയർ? ആ ഗസ്റ്റ് എങ്ങനെയാണ് അവിടെ എത്തിയത്? ഹൗ ഡിഡ് കിരൺ ട്രീറ്റ് ഹിം? കിരൺ എങ്ങനെയാണ് അദ്ദേഹത്തെ ട്രീറ്റ് ചെയ്തത്, വെൽക്കം ചെയ്തത്? ദ ന്യൂ ഗസ്റ്റ് ടു ദ റിവർ സൈഡ് ഹൗസ് വാസ് നീൽകാന്ത. നീൽകാന്ത ആയിരുന്നു പുതിയ ഗസ്റ്റ്. ഹീ ബിലോങ്ഡ് ടു എ തിയേറ്ററിക്കൽ ഗ്രൂപ്പ്. ഒരു നാടക സമിതി അല്ലെങ്കിൽ തിയേറ്ററിക്കൽ ഗ്രൂപ്പുമായിട്ട് ബന്ധപ്പെട്ട ആളായിരുന്നു നീൽകാന്ത. Their boat perished in the storm while they were going to a stage play in a nearby village. അടുത്തുള്ള വില്ലേജിലെ ഒരു പ്ലേ, നാടകം നടത്തുന്നതിന് വേണ്ടി ഇവർ പോയപ്പോൾ അവരുടെ ബോട്ട് കാറ്റിലകപ്പെട്ട് നശിക്കുകയാണ് ഉണ്ടായത്. കിരൺ ട്രീറ്റഡ് ഹിം വെരി കൈൻഡ്ലി, ഗിവിംഗ് ഹിം ഡ്രൈ ക്ലോത്ത്സ് ടു ചേഞ്ച് ആൻഡ് മിൽക്ക് ടു ഡ്രിങ്ക്. കിരൺ അവനെ വളരെ നന്നായിട്ട് ട്രീറ്റ് ചെയ്തു. അവന് ചേഞ്ച് ചെയ്യാനുള്ള ഡ്രൈ ക്ലോത്ത്സ്, ഉണങ്ങിയ വസ്ത്രങ്ങളും അതുപോലെ തന്നെ കുടിക്കാനായിട്ട് മിൽക്ക്, പാലും കൊടുത്തു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വൈ ഡിഡ് ശരത് ആൻഡ് ഹിസ് മദർ ലോങ് ഫോർ ദ ഡിപ്പാർച്ചർ ഓഫ് നീൽകാന്ത? നീൽകാന്ത അവിടെ നിന്ന് അവരെ വിട്ടു പോകണം എന്ന് ശരത്തും അദ്ദേഹത്തിൻ്റെ അമ്മയും ചിന്തിക്കാനുള്ള കാരണം എന്താണ്? ശരത് ആൻഡ് ഹിസ് മദർ ലോങ് ഫോർ ദ ഡിപ്പാർച്ചർ ഓഫ് നീൽകാന്ത ബിക്കോസ് ഹി ഡെവലപ്ഡ് എ ഗ്രേറ്റ് ഫ്രണ്ട്ഷിപ്പ് ബാൻഡ് ഓഫ് നോട്ടി ബോയ്സ്. എന്തുകൊണ്ടാണ് അവരങ്ങനെ വിചാരിച്ചത്? നമ്മുടെ നീൽകാന്തയ്ക്ക് ചീത്ത കൂട്ടികളും എല്ലാമായിട്ട് ഒരു വലിയ സംഘം അവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ്. ആൻഡ് ഹു ഡിഡ് നോട്ട് അലൗ എനി ഫ്രൂട്ട്സ് ടു ഗെറ്റ് റൈപ്പൺ ഇൻ ദ നെയ്ബർഹുഡ്. അതായത് അയൽ വീടുകളിൽ ഒരു പഴം പോലും പഴുക്കാനായിട്ട് സമ്മതിക്കില്ല, അത്രമാത്രം വികൃതികളായിരുന്നു. അതുകൊണ്ടാണ് അവരങ്ങനെ ചിന്തിച്ചത്. ഹി ഓൾസോ ബ്രോട്ട് എ മോൺഗ്രിൽ ഡോഗ് ഹോം which turned the house upside down. അത് കൂടാതെ എന്താണ്, തെരുവിൽ നിന്ന് ഒരു നായ്ക്കുട്ടിയെ കൂടെ കൊണ്ടുവന്നു. അത് ആ വീടിനെ മുഴുവനായിട്ട് തലകീഴ് മറിക്കുന്നത് പോലെ ആയിരുന്നു. അതുകൊണ്ടാണ് ഇവർ രണ്ടുപേരും വിചാരിച്ചത് നീൽകാന്ത അവിടെ നിന്ന് പോവണമെന്ന്. നെക്സ്റ്റ് വൺ. Though Sharath punished him for his naughtiness, Neelkantha did not change his behavior. What was the reason behind that? ശരത്തിൻ്റെയും ഇവൻ്റെ കുരുത്തക്കെടുകൾക്കെല്ലാം നല്ല ശിക്ഷ കിട്ടുന്നുണ്ടായിരുന്നു അല്ലേ? എന്നിട്ടും അവന് വലിയ മാറ്റമൊന്നും ഉണ്ടായില്ല. എന്തുകൊണ്ടായിരിക്കാമെന്നാണ് ക്വസ്റ്റ്യൻ. ദ റീസൺ ബിഹൈൻഡ് ദാറ്റ്, ഹി സ്ട്രോങ്ലി ബിലീവ്ഡ് ദ വേൾഡ് വാസ് മേഡ് അപ്പ് ഓഫ് ഈറ്റിംഗ്സ് ആൻഡ് ബീറ്റിംഗ്സ് ഇൻ വിച്ച് ബീറ്റിംഗ്സ് പ്ലേഡ് ദ പ്രിഡോമിനൻറ്റ് പാർട്ട്. ആ കുട്ടി വിശ്വസിച്ചിരുന്നത് എന്താണ്? ലോകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈറ്റിംഗ് ആൻഡ് ബീറ്റിംഗ്. എന്തൊക്കെയാണ്? ഈറ്റിംഗ് ആൻഡ് ബീറ്റിംഗ്. ഈ രണ്ട് കാര്യങ്ങളാണ് ലോകം എന്ന് പറഞ്ഞാലുള്ളത്. അതുകൊണ്ട് തന്നെ ബീറ്റിംഗ് എന്നുള്ളതിനാണ് ജീവിതം ആസ്വദിക്കുക എന്നുള്ളതിനാണ് ഏറെയും പ്രാധാന്യം. അതുകൊണ്ട് മറ്റൊന്നും അവനെ അലട്ടിയിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് അവനെ കൊടുത്ത പണിഷ്മെൻറ്റുകളൊന്നും അവന് ഒന്നും ഏൽക്കാതിരുന്നത്. നീൽകാന്ത turned out to be a failure in his studies. How did his studies go on? നീൽകാന്ത പഠിപ്പിക്കാൻ ശ്രമിച്ചു, ഒന്നും പഠിച്ചില്ല. എങ്ങനെയായിരുന്നു അവൻ പഠിച്ചുകൊണ്ടിരുന്നതെന്നാണ് ചോദ്യം. ആൻസർ. He felt the alphabets were dancing in the mist in front of his eyes. അവൻ്റെ കണ്ണിൻ്റെ മുൻപിൽ വന്ന് നിന്ന് ഈ ആൽഫബറ്റ്സ്, അക്ഷരങ്ങളെല്ലാം ഡാൻസ് ചെയ്യുന്നതായിട്ടാണ് തോന്നിയത്. But he developed the skill of casting his eyes blank on a page for hours as if reading it. വായിച്ചില്ലെങ്കിൽ പോലും അവൻ്റെ കണ്ണിങ്ങനെ ഒരു പുസ്തകത്തിൻ്റെ ഒരു പേജിലേക്ക് ഇങ്ങനെ ദൃഷ്ടി ഉറപ്പിച്ച് കുറേ അധികം മണിക്കൂറുകളോളം ഇങ്ങനെ വെക്കാനായിട്ടുള്ള ഒരു കഴിവ് അവന് കിട്ടി. If he felt someone was near him, അവൻ്റെ അടുത്തേക്ക് ആരെങ്കിലും വരുന്നുണ്ട് എന്ന് അവന് തോന്നിയാൽ, he would read aloud, അവൻ ഉറക്കെ വായിക്കും. But no one could understand what he read. പക്ഷെ അവൻ എന്താണ് വായിക്കുന്നതെന്ന് ആർക്കും മനസ്സിലാകുകയില്ല. എന്തോ അവനിങ്ങനെ ഉറക്കെ വായിക്കുന്നത് കേൾക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ക്ലിയർ അല്ലേ? മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The care and affection of Kiran changed the boy's miserable life to a happy one. How did he behave when he was away from Kiran's presence? അപ്പോൾ കിരണിൻ്റെ പ്രസൻസ് ആ ബോയിൽ ഒത്തിരി മാറ്റങ്ങൾ വരുത്തി. അതായത് ഭയങ്കര മിസറബിൾ ആയിട്ടുള്ള കഷ്ടപ്പെട്ടൊരു ജീവിതമായിരുന്നു അവനുണ്ടായിരുന്നത്. അതിൽ നിന്ന് മാറി അവൻ വളരെ ഹാപ്പി ആയിട്ട് മാറി. തിരിച്ച് കിരണിൻ്റെ പ്രസൻസ് ഇല്ലാതെ വന്നപ്പം അവനും വീണ്ടും ഒത്തിരി മാറ്റങ്ങളുണ്ടായി. അപ്പോൾ അതൊക്കെ എന്തൊക്കെയാണെന്ന് നോക്കാം.
When he was away from Kiran's presence, കിരണിൻ്റെ പ്രസൻസ് ഇല്ലാതിരുന്നപ്പോൾ he behaved as a very naughty boy. വളരെ കുസൃതിയുള്ള കുരുത്തക്കേട് കാണിക്കുന്ന ഒരു കുട്ടിയായിട്ടാണ് അവനെ കണ്ടത്. He would bring dozens of complaints from his neighbors. ഒരുപാട് കെട്ടുകണക്കിന് കുറ്റങ്ങളായിരുന്നു, കംപ്ലൈൻറ്റുകളായിരുന്നു അവനെക്കുറിച്ച് അയൽവക്കക്കാർക്കുണ്ടായിരുന്നത്. And eventually Sharath had to tie his hands together at times, forcing him to stay home. അപ്പോൾ അവൻ്റെ കൈ രണ്ടും കൂടെ കെട്ടിയിട്ട് അവനെ നിർബന്ധിച്ച് വീട്ടിലിരുത്താനായിട്ട് ശരത് അത് കാരണം മുതിർന്നിട്ടുമുണ്ട്. But his naughty friends would come in search of him for new ways of mischief. പക്ഷെ എന്താണ്, അവൻ്റെ കൂട്ടുകാർ അവനെ തേടി അവിടെയും എത്തുമായിരുന്നു. ഇതിനു വേണ്ടിയാണ് ആ പുതിയ രീതിയിലുള്ള ഓരോരോ കുരുത്തക്കേടുകളൊക്കെ ചെയ്യാനായിട്ട്. Next one, what was the difference in Neelkanda's behavior after Satish came to the house? സതീഷ് വീട്ടിൽ വന്നതിന് ശേഷം നീൽകാന്തയുടെ സ്വഭാവത്തിലുണ്ടായ മാറ്റങ്ങൾ എന്തൊക്കെയാണ്? To Neelkanta, why was Kiran angry with him? എന്തുകൊണ്ടാണ് കിരൺ നീൽകാന്തയോട് ദേഷ്യത്തിലായത്? Neelkanta's behavior changed after Satish came to the house. സതീഷ് വീട്ടിൽ വന്നതിന് ശേഷം നീൽകാന്തയുടെ സ്വഭാവം മൊത്തമായിട്ട് മാറിയിട്ടുണ്ട്. Before Satish came, സതീഷ് വരുന്നതിന് മുൻപായിട്ട് കിരൺ used to serve him meals and he ate a lot. കിരൺ അവന് നന്നായിട്ട് ഭക്ഷണം കൊടുക്കുകയും അവൻ നന്നായി കഴിക്കുകയും ചെയ്യുമായിരുന്നു. Now he left the hall without eating much. ഇപ്പോൾ അവൻ നന്നാതെ കഴിക്കാതെയാണ് അവിടെ നിന്ന് പോകുന്നത്. He would repeatedly say, I am not hungry, hoping that Kiran would press him to eat more. എനിക്ക് വിശക്കുന്നില്ല എന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്ന് പോകും. എന്തിനു വേണ്ടിയാണ്? കിരൺ അവനെ കൂടുതൽ നിർബന്ധിച്ച് കഴിക്കാൻ വേണ്ടിയിട്ട്. ബട്ട് ദാറ്റ് ഡിഡ് നോട്ട് ഹാപ്പൻ. പക്ഷെ അത് സംഭവിച്ചില്ല. സോ ഹി വുഡ് ഗോ ആൻഡ് ക്രൈ സോക്കിംഗ് ഹിസ് പില്ലോസ് വിത്ത് ടിയേഴ്സ്. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? അവൻ കരഞ്ഞ് അവൻ്റെ തലയണകളെല്ലാം നനയുന്നുണ്ടായിരുന്നു. According to Neelkanta, Satish played some venomous trick to make Kiran angry with him. അപ്പോൾ നീൽകാന്ത വിചാരിച്ചിരുന്നത് സതീഷ് എന്തോ ട്രിക്ക് പ്ലേ ചെയ്തിട്ട്, എന്തോ കള്ളത്തരം കാണിച്ചിട്ടാണ് കിരണിന് ഇപ്പോൾ നീൽകാന്തയുടെ ദേഷ്യം, അങ്ങനെയാണ് ഇവൻ വിചാരിച്ചിരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ ഡിഡ് നീൽകാന്ത avenge സതീഷ് ഇൻ ഹിസ് ഓൺ വേ? എങ്ങനെയാണ് നീൽകാന്ത അവനോടുള്ള പ്രതികാരം കാണിച്ചത്? നീൽകാന്ത avenged Satish in his own way by taking away the soap when he was bathing. സതീഷ് കുളിക്കാൻ പോയപ്പോൾ അവൻ്റെ സോപ്പ് എടുത്ത് കളയുമായിരുന്നു. Or throw his dress in the air which would be flown by the wind. അല്ലെങ്കിൽ അവനെ എടുത്തു വെക്കുന്ന അവൻ്റെ ഡ്രസ്സൊക്കെ എടുത്ത് കളയുമായിരുന്നു. കാറ്റത്ത് പറന്നുപോയി എന്നുള്ള തോന്നിക്കത്തക്ക വിധത്തിൽ അതിൽ തന്നെ എടുത്തെറിഞ്ഞ് കളയുമായിരുന്നു. When Kiran asked him to entertain Satish, കിരൺ സതീഷിനെ എൻ്റർടൈൻ ചെയ്യാനായിട്ട്, ആക്ട് ചെയ്ത് കാണിക്കാനായിട്ട് നമ്മുടെ നീൽകാന്തയോട് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും he said he did not remember anything. അവൻ എന്ത് പറഞ്ഞു? അവനൊന്നും ഓർമ്മയില്ല എന്നാണ് അവൻ മറുപടി പറഞ്ഞത്. Then, what key problem did Kiran and her family have when they were about to move to their house in the village? ഇവരുടെ വീട്ടിലേക്ക് പോകാനായിട്ട് ആരാണ്? കിരണും സതീഷും ഒക്കെ അവരുടെ വീട്ടിലേക്ക് പോകാനായിട്ട് വന്നപ്പം എന്താണ് അവർ നേരിട്ട പ്രശ്നം? When they were about to move to their house in the village, അവരുടെ ഗ്രാമത്തിലുള്ള അവരുടെ വീട്ടിലേക്ക് പോകാനായിട്ട് തുടങ്ങിയപ്പോഴത്തേക്കും they started packing their things. അവരവരുടെ സാധനങ്ങളെല്ലാം അടുക്കിപ്പിറക്കി റെഡിയാക്കി വെക്കുകയായിരുന്നു. കിരൺ wanted to take നീൽകാന്ത with them. കിരണിന് നീൽകാന്തയെ കൂടെ കൊണ്ടുപോകണം എന്നുണ്ടായിരുന്നു. But the idea was strongly opposed by other members of the family. പക്ഷേ എന്താണ്, ഫാമിലിയിലുള്ള മറ്റു ആളുകൾ ഇതിന് സമ്മതിച്ചില്ല. കിരൺ അഡ്വൈസ്ഡ് നീൽകാന്ത ടു ഗോ ബാക്ക് ടു ഹിസ് ഓൺ ഹോം. അതുകൊണ്ട് കിരൺ എന്ത് പറഞ്ഞു? നീൽകാന്തയോട് അവൻ്റെ സ്വന്തം വീട്ടിലേക്ക് തിരിച്ചു പൊക്കോളാനായിട്ട് പറഞ്ഞു. ആൻഡ് ഹി ബേഴ്സ്റ്റ് ഇൻ ടു ടിയേഴ്സ്. അവൻ ഭയങ്കരമായിട്ടപ്പോൾ കരഞ്ഞു. സതീഷ് വാസ് അനോയ്ഡ് അറ്റ് ദ സൈറ്റ്. ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ സതീഷിന് വളരെയധികം ദേഷ്യം വന്നു. ആൻഡ് ഹീ ടോൾഡ് കിരൺ ദാറ്റ്, ഇത് സതീഷ് കിരണിനോട് പറഞ്ഞു, നീൽകാന്ത ഈസ് പുട്ടിങ് അപ്പ് എ ഷോ ടു ഗെറ്റ് ഹെർ സിമ്പതി. കിരണിൻ്റെ സിമ്പതി കിട്ടുന്നതിന് വേണ്ടിയിട്ട് നീൽകാന്ത വെറുതെ ഇങ്ങനെ അഭിനയിക്കുന്നതാണ്, അവന് യഥാർത്ഥത്തിൽ യാതൊരു ദുഃഖവുമില്ല എന്ന് ആണ് സതീഷ് പറഞ്ഞത്. ഓക്കെ, ക്ലിയർ അല്ലേ? മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വൈ ഡിഡ് നീൽകാന്ത തിങ്ക് അബൌട്ട് ബേണിംഗ് സതീഷ് ഇൻ ടു ആഷസ്?
സതീഷിനെ എന്തുകൊണ്ടാണ് ആഷസ് ചാരമാക്കി കളയണമെന്ന് നീൽകാന്ത ചിന്തിച്ചത്? ആൻസർ: നീൽകാന്ത thought about burning Satish into ashes because he said that he was playing a trick to earn the sympathy of Kiran by crying before her. എന്തുകൊണ്ടാണ് അങ്ങനെ ചിന്തിച്ചത്? സതീഷ് പറഞ്ഞു കിരൺ എന്ന സ്ത്രീയുടെ മുൻപിൽ ഇവൻ നീൽകാന്ത കരയുന്നത് അവളുടെ സിമ്പതി പിടിച്ചു പറ്റാൻ വേണ്ടി മാത്രമാണ്. This made നീൽകാന്ത വെരി ആംഗ്രി. ഇത് അവനെ വളരെയധികം ദേഷ്യത്തിലാക്കാൻ കാരണമായി. ഇതുകൊണ്ടാണ് സതീഷിനെ ആശ്വസാക്കണമെന്ന് അവൻ വിചാരിച്ചത്. നെക്സ്റ്റ് വൺ, നീൽകാന്ത wobbled towards the wall with swollen heart and head. Why? അപ്പോൾ ഈ നീൽകാന്ത കഥയുടെ ഒരു ഭാഗത്ത് അവൻ്റെ ഹൃദയം തകർന്ന് അവൻ്റെ ഹൃദയവും മുഖവും ഭിത്തിയിലേക്ക് ചേർത്ത് വെച്ച് നിൽക്കുന്നുണ്ട്. അതെപ്പോഴാണ്, എന്തുകൊണ്ടാണെന്നാണ് ചോദിക്കുന്നത്. നീൽകാന്ത wobbled towards the wall with swollen heart and head because Satish attacked him thinking that he had stolen his grand inkstand. എപ്പോഴാണ് അവൻ അങ്ങനെ ചെയ്തത്? അതായത് സതീഷ് ചിന്തിക്കുന്നുണ്ട് അവൻ്റെ ഗ്രാൻഡ് ഇങ്ക് സ്റ്റാൻഡ് സ്റ്റോളൻ, മോഷ്ടിച്ചത് നീൽകാന്ത ആണെന്ന് വിചാരിക്കുന്നുണ്ട്. അത് പറഞ്ഞപ്പോഴാണ്. ഹിസ് ഹാർട്ട് വാസ് swollen because അവൻ്റെ ഹൃദയം തകർന്നു പോകുന്നുണ്ടായിരുന്നു. കാരണം he was sad that Kiran was going away without taking him with her. കിരൺ അവളെ കൂട്ടാതെ അവളുടെ നാട്ടിലേക്ക് തിരിച്ചു പോവുകയാണ് എന്ന് വിചാരിക്കുന്നത്. അത് ഓർത്തുകൊണ്ട് തന്നെ അവൻ്റെ ഹൃദയം പൊട്ടിപ്പോകുന്നുണ്ടായിരുന്നു. ഹിസ് ഹെഡ് വാസ് swollen, അവൻ്റെ തലയും അതുപോലെ തന്നെയായിരുന്നു. കാരണം ഓഫ് ദ ബീറ്റിംഗ് ഹി ഗോട്ട് ഫ്രം സതീഷ്. അത് സതീഷിൻ്റെ അടുത്തുനിന്നും അവൻ അപമാനിക്കപ്പെട്ടതിൻ്റെ ഭാരമായിരുന്നു അവൻ്റെ തലയ്ക്ക് ഉണ്ടായിരുന്നത്. അങ്ങനെ ഒരേ സമയത്ത് അവൻ്റെ ഹൃദയവും അവൻ്റെ തലയും രണ്ടും ബാധിക്കപ്പെട്ടിരുന്നു. Then, next one, why did Kiran do to console Neelkantha? നീൽകാന്തയെ ആശ്വസിപ്പിക്കാൻ വേണ്ടി കിരൺ എന്താണ് ചെയ്തത്? What puzzled her when she unlocked his box? അവൻ്റെ ബോക്സ് തുറന്നപ്പോൾ അവൾ എന്തുകൊണ്ടാണ് കൺഫ്യൂസ്ഡ് ആയത്? To console Neelkantha, നീൽകാന്തയെ ആശ്വസിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് കിരൺ wanted to give him a surprise gift. അവനൊരു സർപ്രൈസ് ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് തീരുമാനിച്ചു. Consisting of 2 new suits of cloth, 2 ജോഡി പുതിയ ഡ്രസ്സ്, എ പെയർ ഓഫ് ഷൂസ് ആൻഡ് എ ബാങ്ക് നോട്ട്. പെയർ ഓഫ് ഷൂസും അതുപോലെ തന്നെ കുറച്ച് പൈസയും. വെൻ ഷീ അൺലോക്ക്ഡ് ഹിസ് ബോക്സ് ഷീ വാസ് പസിൽഡ്. പക്ഷെ ബോക്സ് തുറന്നപ്പം അവൾ ഭയങ്കരമായിട്ട് കൺഫ്യൂസ്ഡ് ആയിപ്പോയി. കാരണം ടു സീ ദാറ്റ് ദ മിസ്സിംഗ് ഇങ്ക് സ്റ്റാൻഡ് വാസ് അറ്റ് ദ ബോട്ടം ഓഫ് ദി ബോക്സ് അണ്ടർ സം ലിനൻ. കുറേ തുണികളുടെ ഏറ്റവും അടിയിലായിട്ട് ആ ബോക്സിൻ്റെ അകത്ത്, അതായത് നീൽകാന്തയുടെ ബോക്സിൻ്റെ അകത്ത് കാണാതെ പോയ ഇങ്ക് സ്റ്റാൻഡ് അവിടെ ഉണ്ടായിരുന്നു. ഇതുകൊണ്ടാണ് അവൾ കൺഫ്യൂസ്ഡ് ആയി പോയത്. ദെൻ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഹിസ് ലാസ്റ്റ് ഹോപ്പ് ഓഫ് പ്രൂവിങ് ഹിം നോട്ട് എ തീഫ് ഹിറ്റ് ദ ഡസ്റ്റ്. ഹൗ? അവനൊരു കള്ളനല്ല എന്ന് തെളിയിക്കാനുള്ള അവൻ്റെ അവസാനത്തെ പ്രതീക്ഷ നശിച്ചു പോയി എന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ എങ്ങനെയാണ്? He took the ink sand as a revenge to throw it into the river. ഒരു റിവെഞ്ചായിട്ട്, പ്രതികാരം വീട്ടുന്നതിന് വേണ്ടിയിട്ട് അതെടുത്ത് നദിയിൽ എറിഞ്ഞു കളയുന്നതിന് വേണ്ടിയായിരുന്നു അവൻ എടുത്തത്. ബട്ട് ബിഫോർ ഹീ കുഡ് ഡു ദാറ്റ്, പക്ഷെ അവനത് ചെയ്യുന്നതിന് മുൻപ് കിരൺ ഹാഡ് സീൻ ഇറ്റ് ഇൻ ഹിസ് ബോക്സ്. കിരൺ ഇതെല്ലാം അവൻ്റെ ബോക്സിൽ നിന്ന് തന്നെ കണ്ടെടുത്തു. There was no way he would convince that he had no intention of stealing it. പക്ഷെ അങ്ങനെ കണ്ടെടുത്തുകൊണ്ട് മോഷ്ടിക്കാൻ വേണ്ടി അല്ല അത് ചെയ്തത് എന്ന് അവന് ഇനി തെളിയിക്കാനായിട്ട് പറ്റില്ലായിരുന്നു. ബട്ട് ഹീ ജസ്റ്റ് വാണ്ടഡ് ടു ഡിസ്ട്രോയ് ഇറ്റ്. പക്ഷെ അവന് നശിപ്പിക്കാൻ വേണ്ടിയായിരുന്നു അത്. സോ ഹിസ് ലാസ്റ്റ് ഹോപ്പ് ഓഫ് പ്രൂവിങ് ഹിം നോട്ട് എ തീഫ് ഹിറ്റ് ദ ഡസ്റ്റ്. അതുകൊണ്ട് തന്നെ ഞാനൊരു കള്ളനല്ല എന്ന് തെളിയിക്കാനുള്ള അവൻ്റെ അവസാനത്തെ ശ്രമവും അവിടെ പരാജയപ്പെട്ടു പോയി എന്നാണ് പറയുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ എല്ലാവർക്കും? സോ നമ്മുടെ ആക്ടിവിറ്റീസ് സ്റ്റാർട്ട് ചെയ്യുവാണ്. ആക്ടിവിറ്റി 1, The story Castaway is full of conflicts. ഈ സ്റ്റോറിയിൽ മുഴുവൻ കോൺഫ്ലിക്റ്റുകളാണ്, അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പ്രശ്നങ്ങളാണ്. നീൽകാന്താസ് ബിഹേവിയർ ആൻഡ് ആക്ഷൻസ്, റെസ്പോൺസസ് ഓഫ് സതീഷ് ആൻഡ് ശരത്, ആർഗ്യുമെന്റ്സ് ഓഫ് കിരൺ ഫോർ നീൽകാന്ത മേക്ക് ദ മെയിൻ പ്ലോട്ട് ഓഫ് ദ സ്റ്റോറി. അപ്പോൾ ഈ കഥയിൽ നടന്ന പ്രധാനപ്പെട്ട സംഭവങ്ങൾ എന്ന് പറയുന്നത് നീൽകാന്ത എന്ന കഥാപാത്രത്തിൻ്റെ, ക്യാരക്ടറിൻ്റെ സ്വഭാവം, ബിഹേവിയർ, അതുപോലെ തന്നെ അവൻ ചെയ്യുന്ന കാര്യങ്ങൾ, ഇതൊക്കെ കണ്ടിട്ടുള്ള സതീഷിൻ്റെ ശരത്തിൻ്റെ റെസ്പോൺസ്, അവരുടെ മറുപടികൾ, അല്ലെങ്കിൽ അവരെന്താണ് ചിന്തിക്കുന്നതെന്നുള്ളത്, അതുപോലെ തന്നെ കിരണിൻ്റെ കുറേ ആർഗ്യുമെൻറ്റുകൾ, ഇതെല്ലാം ചേരുന്നതാണ് ഈ കഥ എന്ന് പറയുന്നത്. മേക്ക് എ റീവിസിറ്റ് ടു ദ സ്റ്റോറി ആൻഡ് കംപ്ലീറ്റ് ദ ഫോളോയിങ് ടേബിൾ.
അപ്പോൾ സ്റ്റോറി ഒന്നുകൂടെ നന്നായി നിങ്ങൾ വായിക്കുക. അതിനുശേഷം ടേബിൾ കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഈ ടേബിൾ വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും നിങ്ങൾക്ക്. എനിക്ക് ക്യാരക്ടർ സ്കെച്ച് ഒക്കെ പ്രിപ്പയർ ചെയ്യാനായിട്ട് വളരെ ഹെൽപ്ഫുള്ളായിരിക്കും. നോക്കിക്കേ, ക്യാരക്ടർ കിരണിൻ്റെ ക്വാളിറ്റീസ് എന്തൊക്കെയാണ്? കൈൻഡ്, ലവിങ്, ആർഗ്യുമെൻറ്റേറ്റീവ്, ഇതൊക്കെയായിരുന്നു കിരണിൻ്റെ ക്വാളിറ്റീസ് എന്ന് പറയുന്നത്. നിങ്ങൾ എഴുതുമ്പോൾ കിരൺ വാസ് എ ക്യാരക്ടർ ഇൻ ദ സ്റ്റോറി ദ കാസ്റ്റവേ. ഷി വാസ് വെരി കൈൻഡ്, ലവിങ് ആൻഡ് ആർഗ്യുമെൻറ്റേറ്റീവ്. അങ്ങനെ നിങ്ങൾ ഇതിനെ സെൻറ്റൻസ് ആക്കി ഡെവലപ്പ് ചെയ്താൽ നിങ്ങൾക്ക് ഇതിൽ നിന്ന് തന്നെ ഒരു ക്യാരക്ടർ സ്കെച്ച് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. ഇനി ഈ ക്വാളിറ്റീസ് എല്ലാം ഉണ്ട് എന്ന് സപ്പോർട്ട് ചെയ്യുന്ന കഥയിലെ കാര്യങ്ങളാണ്. ഷീ ഈസ് കൈൻഡ് ടു നീൽകാന്ത, ഷീ ലവ്സ് ദ വില്ലേജസ്, ഷീ ആർഗ്യൂസ് വിത്ത് ഹെർ ഹസ്ബൻഡ് ഓൺ മെനി ഒക്കേഷൻസ്. അപ്പോൾ അവൾ വളരെ നല്ല സ്നേഹമുള്ള ആളായിരുന്നു. നീൽകാന്തയോടും വില്ലേജേഴ്സിനോടും ഒക്കെ സ്നേഹമായിരുന്നു. അതുപോലെ തന്നെ പല കാര്യങ്ങൾക്ക് വേണ്ടി ഹസ്ബൻഡിനോട് അവൾ ആർഗ്യുമെൻറ്റ് ചെയ്യുന്നുമുണ്ട്. ദ നെക്സ്റ്റ് വൺ ശരത് ആണ് അടുത്ത ക്യാരക്ടർ. ലവിങ് ആൻഡ് ആർഗ്യുമെൻറ്റേറ്റീവ്, അതാണ് അവൻ്റെ ക്വാളിറ്റി. ഹി ലവ്സ് കിരൺ. ശരത്ത് കിരണിനെ സ്നേഹിക്കുന്നുണ്ട്. ഹിസ് മദർ ആൻഡ് ബ്രദർ, അമ്മയെയും സഹോദരനെയും സ്നേഹിക്കുന്നുണ്ട്. ഹി ആർഗ്യൂസ് വിത്ത് ഹിസ് വൈഫ് ഓഫൺ, ഭാര്യയോട് ആർഗ്യുമെൻറ്റ് ചെയ്യാറുണ്ട്. ഇതാണ് ശരത്തിൻ്റെ ക്യാരക്ടർ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഇനി ബാക്കി വരുന്ന രണ്ട് ക്യാരക്ടേഴ്സാണ് നീൽകാന്തയും സതീഷും. നീൽകാന്തയുടെ ക്യാരക്ടേഴ്സ് നോക്കാം. ലവിങ്, മിസ്ചീവിയസ്, കുസൃതിക്കാരനാണ്. വെഞ്ച്ഫുൾ, ഇതാണ് ഭയങ്കര റിവഞ്ച് എടുക്കുന്ന ആളാണ്. ആംഗ്രി, ദേഷ്യക്കാരനാണ്. ഹി ലവ്സ് കിരൺ, നീൽകാന്തന് കിരണിനെ വളരെ ഇഷ്ടമാണ്. ഹി ഈസ് മിസ്ചീവിയസ് ആൻഡ് ഡസ് നോട്ടി തിങ്സ് വിത്ത് ഹിസ് ഗ്യാങ്, അവൻ വളരെ കുസൃതിയും കുരുത്തക്കേടും ഒക്കെ കാണിക്കുന്ന ആളാണ്, പ്രത്യേകിച്ച് അവൻ്റെ ഗ്യാങ് മെമ്പേഴ്സിൻ്റെ കൂടെ, കൂട്ടുകാരുടെ കൂടെ. ഹി വാണ്ട്സ് ടു ടേക്ക് റിവഞ്ച് ഓൺ സതീഷ്, അവന് സതീഷിനോട് പകരം വീട്ടണമായിരുന്നു. വെൻ ആംഗ്രി ഹി ബീറ്റ്സ് ഹിസ് ഫ്രണ്ട്സ്, അപ്പോൾ അവനൊരു ഘട്ടത്തിൽ ദേഷ്യം വന്നിട്ട് അവൻ്റെ കൂട്ടുകാരെ അവൻ തല്ലുന്നുണ്ട്. കിക്സ് ഹിസ് ഡോഗ്, അവൻ്റെ പട്ടിയെ അവൻ തൊഴിക്കുന്നുണ്ട്. ഹിറ്റ്സ് ബ്രാഞ്ചസ് ഓഫ് ട്രീസ്, മരങ്ങളുടെ എല്ലാം ബ്രാഞ്ചസിനെയും അതുപോലെ ഹിറ്റ് ചെയ്യുന്നുണ്ട്, ഇടിക്കുന്നുണ്ട്. ലാസ്റ്റ് വൺ സതീഷിൻ്റെ ഫീച്ചേഴ്സ്. ജെലസ് ആൻഡ് വയലൻറ്റ്, സതീഷിന് ഭയങ്കരമായ കുശുമ്പുണ്ട്, അതുപോലെ തന്നെ ഭയങ്കര വയലൻറ്റുമാണ്. കിരണിനോടുള്ള നീൽകാന്തിൻ്റെ സ്നേഹമൊക്കെ കണ്ടപ്പം അവന് ജെലസ് ആയത് നമ്മൾ കണ്ടായിരുന്നു അല്ലേ? ഹിസ് ജെലസ് ഓഫ് നീൽകാന്ത, നീൽകാന്തിനോട് അവന് ഭയങ്കര ജെലസാണ്. ഹി ത്രാഷസ് നീൽകാന്ത ബാഡ്ലി, അവൻ വളരെ മോശമായിട്ടാണ് നീൽകാന്തിനോട് പെരുമാറിയത്. വെൻ ഹി ഡിസ്കവേഴ്സ് ഹിസ് ഇങ്ക് സ്റ്റാൻഡ് മിസ്സിങ്, എപ്പോഴാണ് അവൻ്റെ ഇങ്ക് സ്റ്റാൻഡ് കാണാനില്ല എന്ന് വന്നപ്പം വളരെ മോശമായിട്ടാണ് നീൽകാന്തിനോട് അവൻ പെരുമാറിയത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പോൾ ഈ 4 ക്യാരക്ടേഴ്സിനെ വെച്ചിട്ട് നിങ്ങൾക്ക് ഇതിൽ നിന്ന് തന്നെ നല്ല അടിപൊളി ഒരു ക്യാരക്ടർ സ്കെച്ച് പ്രിപ്പയർ ചെയ്യാവുന്നതേ ഉള്ളൂ. ഹോപ്പ് യു ഓൾ അണ്ടർസ്റ്റാൻഡ് ദിസ്. ഓക്കെ, നെക്സ്റ്റ് ആക്ടിവിറ്റി 2. Even though Neelkantha escaped from the storm, he failed to get the acceptance of the people who are kind to him. അവൻ ആ ബോട്ട് അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടു വന്നുവെങ്കിലും അവനെ സ്നേഹിക്കുന്ന ആളുകളുടെ അടുത്ത് നന്നായി നിൽക്കാനോ അവരെ സ്നേഹിക്കാനോ ഒന്നും അവന് സാധിച്ചില്ല. ആ കാര്യത്തിൽ അവൻ തോറ്റുപോയി. Kiran's family could have utilized his theatrical skills to create a better artist out of him. ഒരുപക്ഷെ അവൻ നന്നായിട്ട് നിൽക്കുമായിരുന്നെങ്കിൽ അവൻ്റെ ഈ സ്കില്ലുകൾ അഭിനയിക്കാനുള്ള അവൻ്റെ ഈ വളരെ നല്ല കഴിവുകളൊക്കെ കണ്ട് അവനെ ഒരു വലിയ ആർട്ടിസ്റ്റാക്കി വളർത്തിയെടുക്കാനായിട്ട് കിരണിൻ്റെ ഫാമിലിക്ക് സാധിക്കുമായിരുന്നു. ആസ് എ വെൽവിഷർ ഓഫ് നീൽകാന്തിൻ്റെ ഒരു വെൽവിഷർ എന്ന് പറഞ്ഞാൽ ആരാണ്? നല്ലത് സംഭവിക്കണമെന്ന് വിചാരിക്കുന്ന ഒരാൾ. വാട്ട് ക്യാൻ യു ഡു ടു സപ്പോർട്ട് ഇൻ ഗ്രൂമിങ് എ ബോയ് ഇൻ ടു എ സക്സസ്ഫുൾ മാൻ? ഡിസ്കസ്. അപ്പോൾ ഒരു ബോയിയെ ഒരു നല്ല ഒരു വ്യക്തിയാക്കി വളർത്തുന്നതിന് എന്ത് കാര്യമാണ് ചെയ്യാൻ പറ്റുന്നതെന്നുള്ളതിനെക്കുറിച്ച് ഒന്ന് ഡിസ്കസ് ചെയ്ത് എഴുതാനാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ദ റോൾ ഓഫ് സൊസൈറ്റി ഇൻ മോൾഡിങ് എ പേഴ്സൺ. ഒരു വ്യക്തിയുടെ രൂപാന്തരീകരണത്തിൽ അല്ലെങ്കിൽ വ്യക്തിയെ വളർത്തിയെടുക്കുന്നതിന് സൊസൈറ്റിക്കുള്ള റോളിനെ കുറിച്ചാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഓക്കെ, എവ്രി പേഴ്സൺ ലീവ്സ് ഇൻ എ സൊസൈറ്റി. എല്ലാ ആളുകളും ഒരു സമൂഹത്തിലാണ് ജീവിക്കുന്നത്. നാച്ചുറലി ഹി കാൺട്ട് ബിഹേവ് ദ വേ he wants to, as he has to make sure that others don't suffer. എന്താ പറഞ്ഞേക്കുന്നേ? നാച്ചുറലി പറഞ്ഞാൽ സാധാരണയായിട്ട് ഒരാൾക്ക് എങ്ങനെയൊക്കെ ചെയ്യണം എന്ന് തോന്നുന്നുണ്ടോ ആ തോന്നലുകൾക്കനുസരിച്ച് നമുക്ക് ജീവിക്കാൻ പറ്റില്ല. പ്രത്യേകിച്ച് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ കൊണ്ട് others don't suffer, മറ്റുള്ളവർക്ക് പ്രോബ്ലം ഒന്നും ഉണ്ടാകുന്നില്ല അല്ലെങ്കിൽ അവർക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നില്ല എന്ന് നമ്മൾ ഉറപ്പ് വരുത്തണം. എങ്ങനെ?
ബിക്കോസ് ഓഫ് അവർ ആക്ഷൻസ്, നമ്മുടെ പ്രവർത്തികൾ കൊണ്ട്. സൊസൈറ്റി മസ്റ്റ് ഹെൽപ്പ് എ പേഴ്സൺ, സൊസൈറ്റി ഒരു വ്യക്തിയെ ഹെൽപ്പ് ചെയ്യണം, സഹായിക്കണം. എന്തിനു വേണ്ടിയാ? ടു ഡെവലപ്പ് ഹിസ് പേഴ്സണാലിറ്റി ആൻഡ് ഹിസ് സ്കിൽസ്, അവൻ്റെ വ്യക്തി വികസനത്തിനും അതുപോലെ തന്നെ കഴിവുകൾ വളർത്തുന്നതിനും സൊസൈറ്റി അവനെ സഹായിക്കണം. സ്കൂൾസ് ഐഡൻറ്റിഫൈ എ പേഴ്സൺസ് ടാലൻസ്, സ്കൂളുകൾക്ക് ഒരു വ്യക്തിയുടെ കഴിവുകളെ തിരിച്ചറിയാനായിട്ട് സാധിക്കും. ആൻഡ് ഗൈഡ് ഹിം ഇൻ ദാറ്റ് ഡയറക്ഷൻ, ആ ഡയറക്ഷനിൽ അവനെ ഹെൽപ്പ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുവരാനും അവർക്ക് സാധിക്കും. സൊസൈറ്റി ടീച്ചേഴ്സ് പേഴ്സൺസ് ടു ബി ലവിങ്, സൊസൈറ്റി ആളുകളെ എന്തൊക്കെ ചെയ്യാനാണ് പഠിപ്പിക്കുന്നത്? ടു ബി ലവിങ്, സ്നേഹമുള്ളവരായിട്ട്. കൈൻഡ്, കൈൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? വളരെ ദയാലുവാകുക. ജനറസ് ടു അതേഴ്സ്, എല്ലാവർക്കും അക്സെപ്റ്റബിൾ ആകുക. ഓക്കെ, ഇത്രയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു വ്യക്തിയെ ഒരു നല്ല പേഴ്സണായിട്ട് മോൾഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ എല്ലാവർക്കും? ആക്ടിവിറ്റി 2 ഒരു പാർട്ട് സി കൂടെയുണ്ട്. പ്രിപ്പയർ എ നോട്ടീസ് ഫോർ ദ ഇവൻറ്റ് വിച്ച് ഇൻക്ലൂഡ് ഓൾ ദ ഡീറ്റെയിൽസ്. ഒരു ഇവൻറ്റിന് വേണ്ടിയിട്ടുള്ള ഒരു നോട്ടീസ് പ്രിപ്പയർ ചെയ്യാനായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് തന്നിരിക്കുന്നത്. നമുക്കിവിടെ ഒരു നോട്ടീസ് പ്രിപ്പയർ ചെയ്ത് ഓൾറെഡി ഉണ്ട്. ലെറ്റ്സ് ഡിസ്കസ് ഇറ്റ്. നമ്മൾ എന്ത് ചെയ്യണം? ആദ്യമേ പേരൊക്കെ കൊടുത്തു. സെയിൻറ്റ് ജോസഫ് HSS കാക്കനാട്, 10th October 2019. അഡ്രസ്സ്, അതുപോലെ തന്നെ സ്കൂളിൻ്റെ പേര്, അതുപോലെ തന്നെ ഡേറ്റ് കൊടുത്തു. ഇനി നമ്മളെന്താണ്? നോട്ടീസ് എന്ന ഹെഡിങ് കൊടുത്തു. ഇനി നമ്മൾ കണ്ടൻറ്റ് എഴുതുകയാണ്. ദ ഡിബേറ്റിംഗ് ക്ലബ് ഓഫ് ദി സ്കൂൾ ഈസ് ഓർഗനൈസിങ് എ ഡിബേറ്റ് ഓൺ 20th October 2019 ഇൻ ദിസ് അസംബ്ലി ഹാൾ. സ്കൂളിലെ ഡിബേറ്റ് ക്ലബ്ബ് ഒരു ഡിബേറ്റ് നടത്താൻ പോവുകയാണ്. എവിടെ വെച്ചാണ്? അസംബ്ലി ഹാളിൽ വെച്ചിട്ട്. ദ ടോപ്പിക് ഫോർ ദ ഡിബേറ്റ് ഈസ്, ടോപ്പിക് എന്ന് പറയുന്നത് അതായത് എന്ത് കാര്യത്തെ വെച്ചിട്ടാണ് നമ്മൾ ഡിബേറ്റ് നടത്താൻ പോകുന്നത്. ഷുഡ് ദെയർ ബി യൂണിഫോംസ് ഇൻ സ്കൂൾസ്, സ്കൂളുകളിൽ യൂണിഫോമിൻ്റെ ആവശ്യമുണ്ടോ എന്ന ടോപ്പിക്കിനെ ചൊല്ലി നമുക്ക് ഒരു ഡിബേറ്റ് നടത്താം. ദ കോമ്പറ്റീഷൻ ഇസ് ബിറ്റ്വീൻ 10A ആൻഡ് 10B. ആരൊക്കെ തമ്മിലാണ് കോമ്പറ്റീഷൻ? 10Aയും 10Bയും തമ്മിൽ. 3 സ്റ്റുഡൻസ് ഫ്രം ഈച്ച് ഗ്രൂപ്പ് വിൽ പ്രസൻറ്റ് ദെയർ വ്യൂസ്. 2 ഗ്രൂപ്പിൽ നിന്നും 3 കുട്ടികൾ വീതം അവരുടെ വ്യൂസ് പ്രസൻറ്റ് ചെയ്യും. സപ്പോർട്ടിങ് ഓർ ഒപ്പോസിങ് ദ മോഷൻ, എന്താണ്? ടോപ്പിക്കിനെ സപ്പോർട്ട് ചെയ്തും അതുപോലെ തന്നെ അതേ സമയത്ത് എഗനസ്റ്റ് ആയിട്ടും വിമർശിച്ചും പോയിന്റുകൾ അവതരിപ്പിക്കും. ദ ഡിബേറ്റ് സ്റ്റാർട്ട്സ് അറ്റ് 3 PM. ഡിബേറ്റ് എപ്പോഴാണ് തുടങ്ങുന്നത്? 3 മണിക്ക്. യു ആർ വെൽക്കം ടു ദ ഇവൻറ്റ്. എല്ലാവരെയും ഇവൻറ്റിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അമ്മണി എസ് സെക്രട്ടറി, ഡിബേറ്റിംഗ് ക്ലബ്ബ്. ഡിബേറ്റിംഗ് ക്ലബിൻ്റെ സെക്രട്ടറി തയ്യാറാക്കിയ ഒരു നോട്ടീസാണ് നമ്മൾ ഈ വായിച്ചു തീർത്തത്. ക്ലിയർ അല്ലേ? വളരെ എളുപ്പമാണ്. സ്കൂളിൻ്റെ പേര്, ഡേറ്റ്, നോട്ടീസിന് ഹെഡിങ് കൊടുത്ത് എന്താണ് കണ്ടൻറ്റ്, എവിടെയാണെന്നൊക്കെ കൊടുക്കുക, നമ്മൾ തീർക്കുക. ഇത്രയുള്ള നോട്ടീസ്, വളരെ എളുപ്പമാണ്. ഓക്കെ, ലെറ്റ്സ് ഫൈൻഡ് ഔട്ട് ഹൗ ലാംഗ്വേജ് എലമെൻറ്റ്സ് വർക്ക്. ലാംഗ്വേജ് ആക്ടിവിറ്റീസ് എങ്ങനെയാണ് പോകുന്നത് നമുക്ക് നോക്കാം. ആക്ടിവിറ്റി 1. In the story, we can see that Vanka's earlier life in the village is in sharp contrast with his present life in Moscow. വാൻക എന്ന് പറഞ്ഞ സ്റ്റോറിയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. വാൻകയുടെ ലൈഫ് മോസ്കോയിലും വില്ലേജിലും എൻറ്റയർലി ഡിഫറെൻ്റ് ആയിരുന്നു. രണ്ടും വ്യത്യസ്തമായ രീതിയിലായിരുന്നു. പിക്ക് ഔട്ട് സെൻറ്റൻസസ് ഫ്രം ദ സ്റ്റോറി ഡിസ്ക്രൈബിംഗ് ദ പാസ്റ്റ് ആൻഡ് പ്രസൻറ്റ് ലൈഫ് ഓഫ് വാൻക ആൻഡ് കംപ്ലീറ്റ് ദ ടേബിൾ ഗിവൺ. അപ്പോൾ സ്റ്റോറിയിൽ നിന്ന് സെൻറ്റൻസസ് സെലക്ട് ചെയ്തിട്ട് വാൻകയുടെ പ്രസൻറ്റും പാസ്റ്റും ലൈഫ് കാണിക്കുന്ന സെൻറ്റൻസസ് എടുത്ത് എഴുതി കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, സോ ഇതാണ് പാസ്റ്റ് ലൈഫ്, പഴയ ലൈഫിനെ കാണിക്കുന്നത്. അതുപോലെ ദിസ് ഇസ് പ്രസൻറ്റ്, ഇപ്പോഴത്തെ മോസ്കോയിലുള്ള ലൈഫ് കാണിക്കുന്നത്. മിസ് ഒന്നൊന്ന് വായിക്കാം, ശ്രദ്ധിച്ചിരുന്നോളൂ കേട്ടോ. ഹി റിമെമ്പേർഡ് ഹിസ് ഗ്രാൻഡ് ഫാദർ. ഞാൻ ഗ്രാൻഡ് ഫാദറിനെ കുറിച്ച് ഓർക്കുന്നുണ്ട്. എന്താണ്? ഗോ ഗെറ്റ് എ ക്രിസ്മസ് ട്രീ. ഒരു ക്രിസ്മസ് ട്രീ വാങ്ങിക്കാനായിട്ട് പുറത്തു പോകുന്ന കാര്യമാണ്, അത് ഓർക്കുന്നുണ്ട്. ദെൻ വാൻക ഫോൾഡഡ് ദ ഷീറ്റ് ഓഫ് പേപ്പർ ഇൻ 4. വാൻക ഒരു ഷീറ്റ് ഓഫ് പേപ്പറിനെ 4 മടക്കിയെടുത്ത് യൂസ് ചെയ്യുന്നുണ്ട്. അതാണ് സെക്കൻഡ് ഇൻസ്റ്റൻസ്. തേർഡ് വൺ, ഹി ഡ്രീംഡ് ഓഫ് എ സ്റ്റവ്. ഒരു സ്റ്റൗവിനെ അദ്ദേഹം സ്വപ്നം കാണുന്നുണ്ട്. ആ ബോയ് സ്വപ്നം കാണുന്നുണ്ട്. ഇത് 3 പാസ്റ്റ് ലൈഫിനെ കാണിക്കുന്നത്. ഇനി പ്രസൻറ്റ് ലൈഫിനെ കാണിക്കുന്നത് ഐ ആം റൈറ്റിംഗ് എ ലെറ്റർ ടു യു. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു ലെറ്റർ എഴുതുകയാണ് എന്നുള്ള സെൻറ്റൻസ്. ദേ ആർ ഈറ്റിംഗ് ഓൾ ദ ഫുഡ്. അവരെല്ലാ ഭക്ഷണവും കഴിക്കുന്നുണ്ട്, ആ ഒരു സെൻറ്റൻസ്. ദെൻ ഐ ആം പ്ലാനിങ് ടു കം ടു യു. ഞാൻ അടുത്തേക്ക് വരാനായിട്ട് താല്പര്യപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള സെൻറ്റൻസസ്. ഓക്കെ,
അപ്പോൾ ഇത്രയും ഈ 6 സെൻറ്റൻസസ് എഴുതുമ്പം വാൻകയുടെ പാസ്റ്റ് പ്രസൻറ്റ് ലൈഫിനെ കമ്പയർ ചെയ്യുന്ന സെൻറ്റൻസസ് ആണ്. ക്ലിയർ ആണല്ലോ എല്ലാവർക്കും? ഓക്കെ, മൂവിങ് ടു ദ സെക്കൻഡ് ആക്ടിവിറ്റി. യു ക്യാൻ ടേക്ക് പേജ് നമ്പർ 169 ഇൻ യുവർ ടെക്സ്റ്റ് ബുക്ക്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 169, 169ാമത്തെ പേജ് എടുക്കുക. ആൻഡ് ദർ ഈസ് എ സെൻറ്റൻസ് ഗിവൺ ദർ. ഓക്കെ, വിച്ച് ആർ ദ സെൻറ്റൻസസ്? The letter was wrapped in an envelope. Second one, Vanka was cruelly beaten up with the stirrup strap. ഇതാണ് ആ രണ്ട് സെൻറ്റൻസസ്. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ ദ ഫസ്റ്റ് സെൻറ്റൻസ് ദ ആക്ഷൻ ഈസ് പെർഫോംഡ് ബൈ വാൻക. ആദ്യത്തെ സെൻറ്റൻസിലെ ആക്ഷൻ, അതായത് പ്രവൃത്തി ചെയ്യുന്നത് വാൻകയാണ്. പേരവിടെ തന്നിട്ടില്ല എന്നേ ഉള്ളൂ, എങ്കിലും ആ പ്രവൃത്തി അവിടെ ചെയ്യുന്നത് വാൻകയാണ്. ഇൻ ദ സെക്കൻഡ് സെൻറ്റൻസ് ദ ആക്ഷൻ ഈസ് ഡൺ ബൈ ആൽഖിൻ. സെക്കൻഡ് സെൻറ്റൻസിൽ ആൽഖിൻ എന്ന് പറഞ്ഞ ആളാണ്, വ്യക്തിയാണ് അവിടെ ആക്ഷൻ ചെയ്തിരിക്കുന്നത്. അതായത് മോസ്കോയിലെ അവൻ്റെ ഷൂ മേക്കർ, അവൻ അപ്രൻറ്റിസ് ആയിട്ട് നിന്ന ഇവിടുത്തെ ഷൂ മേക്കർ. ബട്ട് ഹിസ് നെയിം ഈസ് നോട്ട് മെൻഷൻഡ് ഇൻ ദ സെൻറ്റൻസ്. അയാളുടെയും പേര് ആ സെൻറ്റൻസിൽ മെൻഷൻ ചെയ്തിട്ടില്ല. ദ നെയിം ഓഫ് ദ ഡൂയർ ഈസ് നോട്ട് മെൻഷൻഡ്. പ്രവൃത്തി ചെയ്ത ആളുടെ പേര് അവിടെ പറഞ്ഞിട്ടില്ല. ബിക്കോസ് വാട്ട് ഈസ് ഇമ്പോർട്ടൻറ്റ് ഹിയർ ഇസ് ദ ആക്ഷൻ. എന്തുകൊണ്ടാണ്? എന്താണോ അവിടെ നടന്ന പ്രവൃത്തി, ആ പ്രവൃത്തിയാണ് അവിടെ പ്രധാനപ്പെട്ടത്, പ്രവൃത്തി ചെയ്ത ആളല്ല. ആൻഡ് ദ സഫറർ ആൻഡ് നോട്ട് ദ ഡൂവർ ഓഫ് ദി ആക്ഷൻ. അതായത് അനുഭവിച്ച ആളാണ് പ്രാധാന്യം അർഹിക്കുന്നത്, അല്ലാതെ ചെയ്ത ആളേക്കാൾ ഉപരിയായിട്ട് അനുഭവിച്ച ആൾക്കാണ് പ്രാധാന്യം. അതാണ് ആ കൊടുത്തിരിക്കുന്ന സെൻറ്റൻസുകളുടെ പ്രത്യേകത. ഓക്കെ, റീഡ് ദ ഫോളോയിങ് സെൻറ്റൻസസ്. ആ സെൻറ്റൻസസ് ഒന്ന് വായിച്ചു നോക്കുക. ദെൻ വി ഹാവ് ടു റീറൈറ്റ് ഇറ്റ്. എങ്ങനെയാണ്? ആക്റ്റീവ് സെൻറ്റൻസിൽ നിന്നും പാസീവ് സെൻറ്റൻസിലേക്ക്. ക്ലിയർ അല്ലേ? ഫസ്റ്റ് വൺ, നവിൻ റോട്ട് ദ ലെറ്റർ. നവിന് ലെറ്റർ എഴുതി. ദ ലെറ്റർ ആസ് റിട്ടൺ ബൈ നവിൻ. നവീനാണ് ഈ ലെറ്റർ എഴുതിയത്. സെക്കൻഡ് വൺ, ഹി വാഷസ് ദ ക്ലോത്ത്സ്. അവൻ തുണികളൊക്കെ കഴുകി വൃത്തിയാക്കി. ദ ക്ലോത്ത്സ് ആർ വാഷ്ഡ് ബൈ ഹിം. തുണികളെല്ലാം കഴുകി വൃത്തിയാക്കിയത് അവനാണ്. ഒരേ അർത്ഥം തന്നെയാണ്, പക്ഷെ അത് രണ്ടും രണ്ട് വിധത്തിൽ പറയുന്നു എന്നേ ഉള്ളൂ. ലിസ്റ്റ് ഔട്ട് ദ ആക്റ്റീവ് വേർബ്സ് ആൻഡ് പാസീവ് വേർബ്സ് ഫ്രം ദി എബവ് എക്സാമ്പിൾസ്. അതിലെ പാസീവും ആക്റ്റീവുമായിട്ടുള്ള വേർബ്സിനെ എഴുതുക എന്നാണ് പറഞ്ഞേക്കുന്നത്. നോക്കിക്കേ, ആക്റ്റീവ് വേർബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ എഴുതിയിരിക്കുകയാണ്. റോട്ട്, വാഷസ്, ടുക്ക്. ഇനി അതിൻ്റെ പാസീവ് വോയിസ് ആയിട്ട് വന്നപ്പോഴോ വാസ് റിട്ടൺ, ആർ വാഷ്ഡ്, വാസ് ടേക്കൺ. നോക്കിയ വെർബുകൾക്ക് വന്നിട്ടുള്ള വ്യത്യാസം അല്ലേ? ഇതാണ് ആക്റ്റീവ് പാസീവ് വോയിസ് ആയിട്ട് നമുക്ക് ആ സെൻറ്റൻസിൽ നിന്നും ക്ലിയർ ആക്കി എടുക്കാൻ പറ്റുന്നത്. നെക്സ്റ്റ്, ചേഞ്ച് ദ ഫോളോയിങ് സെൻറ്റൻസസ് ഫ്രം ആക്റ്റീവ് ടു പാസീവ് വോയിസ്. താഴെ തന്നിരിക്കുന്ന സെൻറ്റൻസുകളെ ആക്റ്റീവിൽ നിന്നും പാസീവിലേക്ക് ചേഞ്ച് ചെയ്യുക. ഫസ്റ്റ് വൺ, വാൻക ഈസ് റൈറ്റിംഗ് എ ലെറ്റർ. അതിനെ എങ്ങനെ ചെയ്തു? എ ലെറ്റർ ഈസ് ബീയിങ് റിട്ടൺ ബൈ വാൻക. സെക്കൻഡ് വൺ, ആൽഖിൻ ബീറ്റ്സ് വാൻക എവ്രി ഡേ. വാൻക ഈസ് ബീറ്റൻ ബൈ ആൽഖിൻ എവ്രി ഡേ. തേർഡ് വൺ, grandfather would give the dogs snuff. The dogs would be given snuff by the grandfather. അല്ലെങ്കിൽ അത് മറ്റു തരത്തിൽ കൂടി എഴുതാം. Stuff would be given to the dogs by the grandfather. Fourth one, Satish Hart brought a grand inkstand. എന്താണ്? സതീഷ് ആണ് ഒരു ഇൻസ്റ്റാൻഡ് വാങ്ങിച്ചത്. A grand inkstand had been brought by Satish. Next one, fifth one, Neelkanta stole the inkstand. Neelkanta ആണ് ഇങ്ക്സ്റ്റാൻഡ് മോഷ്ടിച്ചത്. The inkstand was stolen by Neelkanta. Sixth one, grandfather will save Vanki. Vanka will be saved by grandfather. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പോൾ ഈ സെൻറ്റൻസുകളെയെല്ലാം നമ്മൾ പാസീവ് വോയിസിലേക്ക് ചേഞ്ച് ചെയ്ത് എഴുതുക മാത്രമാണ് ഈ ആക്ടിവിറ്റിയിൽ ഇവിടെ ചെയ്തേക്കുന്നത്. നമ്മൾ ഇതിനു മുമ്പും ആക്റ്റീവ് പാസീവ് വോയിസസ് ഒക്കെ ചെയ്ത് നോക്കിയിട്ടുള്ളതാണ്. ഇതും അതേപോലെ തന്നെയാണ്, സെയിം സെൻറ്റൻസ് പോലെ തന്നെ ഫോളോ ചെയ്ത് സെയിം റൂൾസ് ഫോളോ ചെയ്ത് പോയാൽ മതി. ഓക്കെ, ക്ലിയർ ആണല്ലോ എല്ലാവർക്കും? ക്വസ്റ്റ്യൻ നമ്പർ 2, സെയിം ആക്ടിവിറ്റിയുടെ തന്നെ സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഡിഫറൻസ് ഡു യു നോട്ടീസ് ബിറ്റ്വീൻ ദ അഡ്ജക്റ്റീവ്സ് എൻഡിങ് ഇൻ ED ആൻഡ് അഡ്ജക്റ്റീവ്സ് എൻഡിങ് ഇൻ ING? അഡ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലേ, നൗണിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന വേർഡ്സ് ആണ്.
അപ്പം ഇ ഡിയിലും ഐ എൻ ജിയിലും അവസാനിക്കുന്ന ഈ വാക്കുകളുടെ പ്രത്യേകത എന്താണെന്നുള്ളതാണ് ചോദ്യം. അഡ്ജക്റ്റീവ്സ് എൻഡിങ് ഇൻ ഇ ഡിയിൽ അവസാനിക്കുന്ന വേർഡ്സ് യൂഷ്വലി ഡിസ്ക്രൈബ് പീപ്പിൾസ് ഫീലിംഗ്. ആളുകളുടെ ഫീലിംഗ് ആണ് കാണിക്കുന്നത് എന്ത് ഇ ഡിയിൽ അവസാനിക്കുന്ന വേർഡ്സ് എന്ന് പറയുന്നത്. ഇനി അഡ്ജക്റ്റീവ്സ് എൻഡിങ് ഇൻ ഐ എൻ ജിയിൽ അവസാനിക്കുന്നതോ ഡിസ്ക്രൈബ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പീപ്പിൾ ആൻഡ് തിങ്സ്. ആളുകളുടെ ക്യാരക്ടറിസ്റ്റിക്സിനെ കാണിക്കും. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, ലവിങ്, കെയറിങ്, അണ്ടർസ്റ്റാൻഡിങ് എന്നൊക്കെ പറയുന്നതാണ് ഐ എൻ ജി. ആളുകളുടെ ക്യാരക്ടറിസ്റ്റിക്സ്, സ്വഭാവ സവിശേഷതകൾ പറയാൻ വേണ്ടിയിട്ടാണ് ഐ എൻ ജി യൂസ് ചെയ്യുന്നത്. ഓക്കെ, ലെറ്റ്സ് സീ വാട്ട് ഈസ് ഗോയിങ് ടു ഡു. Now sit in pairs and construct sentences using the following adjectives. ഈ താഴെ തന്നിരിക്കുന്ന വാക്കുകൾ കൊണ്ട് frightened, frightening, thrilled, thrilling, tired, tiring, bored, boring, shocked, shocking. അഡ്ജക്റ്റീവ്സിന് തന്നെ ഇ ഡി ആൻഡ് ഐ എൻ ജി ഫോമാണ്. ഇത് വെച്ചിട്ട് സെൻറ്റൻസസ് ക്രിയേറ്റ് ചെയ്യണം. നോക്കിക്കേ, frightened and frightening. The frightened dog ran away. He made a frightening speech. Second one, thrilled and thrilling. The thrilled boy clapped his hands. Climbing the mountain was a thrilling experience. Then, tired and tiring. The tired laborer rested for some time. Driving for 10 hours at a stretch was a tiring job. Then, next activity. Activity 3 ആണ്. Let's analyze the following sentences. താഴെ തന്നിരിക്കുന്ന സെൻറ്റൻസുകളൊക്കെ അനലൈസ് ചെയ്തിട്ട് പിക്ക് ഔട്ട് എൻ പി, വി പി, അതൊക്കെ എന്താണ്? അതാണ് നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. നൗൺ ഫ്രേസ്, വെർബ് ഫ്രേസ്, പ്രിപ്പോസിഷണൽ ഫ്രേസ്, അഡ്ജക്റ്റീവ് ഫ്രേസ് ആൻഡ് അഡ്വർബിയൽ ഫ്രേസ്. ഇത്രയും ഫ്രേസസ് താഴെ തന്നിരിക്കുന്ന സെൻറ്റൻസിൽ നിന്നും നമ്മൾ ഡിവൈഡ് ചെയ്ത് എഴുതുക. അതാണ് ഇവിടുത്തെ ആക്ടിവിറ്റി. ഓക്കെ, നമ്മൾ നേരത്തെ എന്താണ് സർക്കിൾ ചെയ്ത് മാർക്ക് ചെയ്ത് ഡ്രോ ചെയ്തൊക്കെ വരച്ചിട്ടുണ്ട് അല്ലേ? പദസൂര്യനൊക്കെ വരയ്ക്കുന്നത് പോലെ നമ്മൾ സർക്കിൾ വരയ്ക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. സെയിം ആക്ടിവിറ്റിയാണ്. ഓക്കെ, അപ്പോൾ നമുക്കത് ചെയ്യാം. നമ്മുടെ ഫസ്റ്റ് സെൻറ്റൻസ് ഇതാണ്. ദ പുവർ ബോയ് വാൻക വാസ് ക്രൂവലി ബീറ്റൻ ബൈ ഹിസ് മാസ്റ്റർ. അപ്പോൾ നോക്കിക്കേ, നൗൺ ഫ്രേസസ്. ഏതാണ് നൗൺ ഫ്രേസ്? ദിസ് ഇസ് ദി നൗൺ ഫ്രേസ്, ദ പുവർ ബോയ് വാൻക. മിസ് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് പോയിന്റ് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം, അണ്ടർലൈൻ ചെയ്യുന്നില്ല. മിസ് വായിക്കുന്ന ഭാഗമാണ് ടച്ച് ചെയ്യുന്നത് കേട്ടോ, ശ്രദ്ധിച്ചിരുന്നാൽ നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പോൾ ഇതാണ് ഇവിടുത്തെ നൗൺ ഫ്രേസ് ആണ് പറയാൻ പോകുന്നത് കേട്ടോ, നൗൺ ഫ്രേസ്. നോക്കിക്കേ, ദ പുവർ ബോയ് വാൻക, ഇതാണ് ഇവിടുത്തെ നൗൺ ഫ്രേസ്. ഈ നൗൺ ഫ്രേസിനകത്ത് എന്തൊക്കെ വന്നിട്ടുണ്ട്? ആർട്ടിക്കിള്, അഡ്ജക്റ്റീവ്, നൗണ്, വീണ്ടും ഒരു നൗണ്. ഓക്കെ, അപ്പോൾ എന്താണ്? ദ എന്നുള്ളത് ആർട്ടിക്കിള്, പുവർ എന്നുള്ളത് അഡ്ജക്റ്റീവ്, ബോയും വാൻകയും നൗണാണ്. ഓക്കെ, ഒന്ന് നൗണും ഒന്ന് പ്രോനൗണും ആണെന്നേ ഉള്ളൂ, രണ്ടും നൗണാണ്. ഓക്കെ, വാസ് ക്രൂവലി ബീറ്റൻ, അതാണ് അവിടുത്തെ വെർബ് ഫ്രേസ് എന്ന് പറയുന്നത്. ഓക്സിലറി, അഡ്വർബ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ, ഇത്രയുമാണ് അതിനകത്ത് വരുന്നത്. ദെൻ ബൈ ഹിസ് മാസ്റ്റർ, ദാറ്റ് ഈസ് ദി പ്രൊപ്പോസിഷണൽ ഫ്രേസ്. അതിൽ പാർട്ടിസിപ്പിൾ, അഡ്ജക്റ്റീവ്, നൗൺ, ഇത്തരം കാര്യങ്ങളാണ് വന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് നമ്മൾ സെൻറ്റൻസസിനെ ഡിവൈഡ് ചെയ്തത്. ഈ ടോട്ടൽ സെൻറ്റൻസസിനെ പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്ത് അതിലോരോന്നും എന്താണെന്നുള്ളത് നമ്മൾ എഴുതി പോകും. ഓക്കെ, ക്ലിയർ ആയല്ലോ? അപ്പോൾ നമുക്ക് സെക്കൻഡ് വൺ നോക്കാം. മിസ് വായിക്കാൻ പോവുകയാണ്. ഹിസ് ഗ്രാൻഡ് ഫാദർ കോൺസ്റ്റന്റ് മാർക്കിഷ് വാസ് ആൻ ഓൾഡ് മാൻ ഓഫ് 65. നോക്കിക്കേ, അതെങ്ങനെയാണ്? ഹിസ് ഗ്രാൻഡ് ഫാദർ കോൺസ്റ്റന്റ് മാർക്കിഷ്, അതാണ് നൗൺ ഫ്രേസ്. ദെൻ വാസ് എന്നുള്ളത് മാത്രമാണ് അവിടുത്തെ വെർബ് ഫ്രേസ് ആയിട്ട് വന്നിരിക്കുന്നത്. ദെൻ കോംപ്ലിമെൻറ്റ് സെൻറ്റൻസ് ആണ് ആൻ ഓൾഡ് മാൻ ഓഫ് 65 എന്നുള്ളത്. ഓക്കെ, ദെൻ തേർഡ് വൺ, ദ ബ്യൂട്ടിഫുൾ ക്രിസ്മസ് ട്രീ ഇൻ ഫ്രണ്ട് ഓഫ് ദി ഹൗസ് കെയിം ടു ഹിസ് മെമ്മറി. ദ ബ്യൂട്ടിഫുൾ ക്രിസ്മസ് ട്രീ ഇൻ ഫ്രണ്ട് ഓഫ് ദി ഹൗസ്, അതാണ് നൗൺ ഫ്രേസ്. അതിൽ ആർട്ടിക്കിള്, അഡ്ജക്റ്റീവ്, നൗൺ, പാർട്ടിസിപ്പിൾ, ആർട്ടിക്കിൾ, നൗൺ എല്ലാം വീണ്ടും വീണ്ടും വന്നിരിക്കുകയാണ്. ദെൻ കെയിം ടു ഹിസ് മെമ്മറി, കെയിം മാത്രമാണ് വെർബ് ഫ്രേസ്. പിന്നെ വന്നിരിക്കുന്നത് ടു ഹിസ് മെമ്മറി എന്നുള്ളത് പ്രൊപ്പോസിഷണൽ ഫ്രേസും. ഓക്കെ, ഫോർത്ത് വൺ,
Vanka dropped the letter into the slit of the letter box. Vanka is the noun phrase, dropped verb phrase, the letter object into the slit of the letter box, prepositional phrase. ഇതൊക്കെയാണ് ഈ 4 സെൻറ്റൻസസിനെ നമ്മൾ ഡിവൈഡ് ചെയ്ത് എഴുതുമ്പോൾ നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഓക്കെ, ഈ ആക്ടിവിറ്റിയുടെ തന്നെ ബാക്കിയായിട്ട് വരുന്നൊരു ഭാഗമാണ് there are some errors in it which are underlined. Edit the passage and rewrite it. പാസേജിൽ ചെറിയ എഡിറ്റിംഗ് ഉണ്ട്, അണ്ടർലൈൻ ചെയ്തത് കൃത്യമാക്കി ആൻസർ ചെയ്യുക. അതാണ് ഈ ആക്ടിവിറ്റി. നമ്മുടെ ലാസ്റ്റ് ആക്ടിവിറ്റിയാണ് കേട്ടോ. ഓക്കെ, അണ്ടർലൈൻ ചെയ്ത് മിസ് കറക്റ്റാക്കി ആൻസറാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. അപ്പം നമുക്ക് ജസ്റ്റ് അതൊന്ന് വായിച്ചു പോകാം. റെഡി അല്ലേ? അപ്പം മിസ് വായിക്കുകയാണ് കേട്ടോ. കറക്റ്റ് ആൻസർ ആണ്ടേ അവിടെ മിസ് ഒന്ന് ടിക്ക് ചെയ്ത് പോയേക്കാം. അപ്പം എല്ലാവർക്കും ശ്രദ്ധിച്ചിരുന്ന ആൻസർ മിസ്സിൻ്റെ കൂടെ ചെയ്തു പോകാനായിട്ട് പറ്റും. Vanka is an unhappy orphan who has been apprenticed to the shoemaker Alyagin in Moscow. On Christmas Eve, when his master and the others are at church, Vanka sits down to write a letter to his grandfather, Konstantin Markic, in his native village where Vanka had lived before being sent to the city. After the death of his mother, Vanka was dispatched to the shoemaker. He thinks about the grandfather's dogs, Kashtanka and Eel. Kashtanka is too old for mischief, and the willy eel is sly and treacherous. Vanka's homesickness and misery emerge heartbreakingly as he writes his letter. Okay. The 10 വേർഡ്സ് ആയിരുന്നു എഡിറ്റ് ചെയ്യാനായിട്ട് നമുക്കുണ്ടായിരുന്നേ. ഓക്കെ, അപ്പോൾ ഈ എഡിറ്റിങ്ങിൻ്റെ എല്ലാ ആൻസേഴ്സും നിങ്ങൾക്ക് കിട്ടിയല്ലോ. വാൻകയുടെ സ്റ്റോറിയിൽ നടത്ത ഒരു ഭാഗത്തിൻ്റെ തന്നെ എഡിറ്റിംഗ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഓൾറെഡി നമ്മൾ പഠിച്ചു പോയ ചാപ്റ്ററാണ്. ഓക്കെ, ആക്ടിവിറ്റി എളുപ്പമായിരുന്നല്ലോ എല്ലാവർക്കും അല്ലേ? എല്ലാവർക്കും മനസ്സിലായല്ലോ? ഓക്കെ, നമ്മുടെ യൂണിറ്റ് 5 ലാസ്റ്റ് ചാപ്റ്റർ ആയിരുന്നു അല്ലേ ഇത്, കാസ്റ്റവേ, റിട്ടൺ ബൈ രവീന്ദ്രനാഥ് ടാഗോർ. നമ്മൾ ചാപ്റ്റർ തുടങ്ങിയപ്പോഴേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ടാഗോറിൻ്റെ ഓട്ടോബയോഗ്രഫിക്കൽ എലമെൻസിൻ്റെ അതിൽ നിന്നും നമ്മൾ എടുത്തൊരു ഭാഗമാണ് ഈ സ്റ്റോറി എന്നുള്ളത്. കാസ്റ്റവേയുടെ മീനിങ് ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു അത്, ഓർക്കുന്നുണ്ടോ? എന്തെങ്കിലും കപ്പൽ അപകടം, ബോട്ട് അപകടമൊക്കെ പറ്റി അതിൽ നിന്ന് രക്ഷപ്പെട്ട് തിരിച്ചു വന്ന് എവിടെയെങ്കിലും ജീവിക്കുന്ന ആളുകൾ, അങ്ങനെയുള്ളവർക്കുണ്ട്. ആ ഒരു സാഹചര്യത്തെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന വേർഡാണ് ദ കാസ്റ്റവേ എന്നുള്ളത്. അതാണ് ഈ സ്റ്റോറിയുടെ പേര്. ഓക്കെ, നമ്മൾ സ്റ്റോറി തുടങ്ങിയപ്പോൾ തന്നെ ഗോഡും ഡീമൺസും തമ്മിലുള്ള യുദ്ധമാണ് എന്നൊക്കെ പറഞ്ഞു. നമ്മൾ ഗാഞ്ചസിൻ്റെ തീരത്താണുള്ളത്, റിവർ ഗാഞ്ചസിൻ്റെ തീരത്താണ്, ഗംഗയുടെ തീരത്താണുള്ളതെന്നൊക്കെ നമ്മൾ പറഞ്ഞു. 2 പേരെയാണ് ആദ്യം പരിചയപ്പെട്ടത് അല്ലേ? നമ്മുടെ 2 ഫസ്റ്റ് 2 ക്യാരക്ടേഴ്സ് ആരൊക്കെയായിരുന്നു? സതീഷ് ആൻഡ് കിരൺ, ഹസ്ബൻഡ് ആൻഡ് വൈഫ്. ദേ വെർ ക്വാറലിംഗ്, ഒരു വഴക്കുണ്ടാക്കുമായിരുന്നു. അത് കഴിഞ്ഞ് അവിടേക്ക് വരുന്ന അടുത്ത ക്യാരക്ടർ ആരായിരുന്നു? നമ്മുടെ നീൽകാന്ത അവിടേക്ക് വന്നു. പിന്നെ സ്റ്റോറി മൊത്തമായിട്ട് മാറി. പിന്നെ നമ്മുടെ സതീഷിൻ്റെ ശരത്തിൻ്റെ മദറുണ്ട്. പിന്നെ സതീഷ് വെക്കേഷന് വരുന്നു. ആരാണ്? അവിടെ നമ്മുടെ ശരത്തിൻ്റെ ബ്രദറാണ് അല്ലേ? പിന്നെ സ്റ്റോറിയിൽ പ്രധാനപ്പെട്ട ചില സംഭവങ്ങളൊക്കെ നടന്ന് അവസാനം നമ്മുടെ നീൽകാന്തയ്ക്ക് എന്താണ് സംഭവിച്ചതെന്നൊന്നും നമുക്കറിയില്ല. എങ്കിലും നമ്മുടെ സ്റ്റോറി ഒരു എൻഡിങ്ങിലാക്കി നമ്മൾ സ്റ്റോറി തീർക്കുമായിരുന്നു. അങ്ങനെയായിരുന്നു നമ്മുടെ സ്റ്റോറിയുടെ ഒരു ഘടന എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ വി ഡിസ്കസ്ഡ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഒക്കെ പറഞ്ഞു. പിന്നെ ആക്ടിവിറ്റീസ്, ലാംഗ്വേജ് ആക്ടിവിറ്റീസ്, ഗ്രാമർ, എഡിറ്റിംഗ് എല്ലാം പറഞ്ഞു. ക്യാരക്ടേഴ്സിനെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ക്യാരക്ടർ സ്കെച്ച് എഴുതാൻ ചോദിക്കും. പിന്നെ ടാഗോറിനെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഓരോ തവണയും ഓഥറിനെ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ മിസ് പറയുന്നതാണ് എന്താണ്, നിങ്ങൾ ഓഥർ പ്രൊഫൈൽ എഴുതാൻ പഠിച്ചു പോകുക, കൂടെ അതിൻ്റെ സ്റ്റൈല്, പാറ്റേൺ ഒക്കെ പഠിച്ചു പോവുക. ക്ലിയർ അല്ലേ? അപ്പോൾ ഈ ചാപ്റ്റർ വളരെ അടിപൊളിയായിട്ടുള്ള ചാപ്റ്റർ ആയിരുന്നു. നമ്മുടെ 10th SSLCയുടെ ലാസ്റ്റ് ചാപ്റ്റർ ആയിരുന്നു. അപ്പം മിസ് എല്ലാവർക്കും ഒരു ബെസ്റ്റ് വിശ്വാസം കൂടെ ഈ കൂട്ടത്തിൽ തരുകയാണ്. പ്ലസ് ഇനി നിങ്ങൾക്ക് ക്ലാസ് ഒന്നും തീർന്നില്ല കേട്ടോ. നിങ്ങൾക്ക് മിസ് അഡീഷണൽ ആയിട്ട് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഡിസ്കസ് ചെയ്ത് പറഞ്ഞു തരുന്നുണ്ടായിരിക്കും. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നമ്മുടെ എക്സാം പോയിന്റിൽ റെഫർ ചെയ്യുക. ആരും മറക്കേണ്ടത്, നന്നായിട്ട് പഠിക്കുക, എക്സാമിന് പ്രിപ്പയർ ചെയ്യുക. വിഷ് യു ഓൾ ദി ബെസ്റ്റ് ആൻഡ്
Till then, take care. Bye bye.